ഞാൻ അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പക്ഷേ സോ പ്ലീസ് സ്റ്റേ ട്യൂൺ. മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. പ്ലീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ഒരുപാട് ആളുകളെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പേടിയാണ്. എരന്ന് നടക്കുന്ന പെൺകുട്ടികളും ഉണ്ട്. ഹെൽപ്പ് ഹെൽപ്പ് എന്ന് ചോദിച്ചു വന്ന് മുതലെടുത്ത ആളുകളുടെ പേര് പറയേണ്ട, ആ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കാം. അതുപോലെ ഹെൽപ്പിംഗ് എന്ന പേരിൽ പലരും യൂസ് ചെയ്യാനും നോക്കുന്നുണ്ട്. ഒരുപാട് നന്ദി, ആ ഹെൽപ്പിന് ഒരുപാട് നന്ദിയുണ്ട്. സ്വയം ഫൂൾ ആകാതിരിക്കുക. എനിക്ക് എന്റെ ലൈഫില് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ ഇതാണ്. ഒരു വേർഡ് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എമിറേറ്റ്സിലുള്ള ആളുകൾ. നിങ്ങൾ എത്ര ഒരാളും ചെയ്യരുത്. ആക്ച്വലി തനി സ്വഭാവം മനസ്സിലാവല്ലായിരുന്നു. ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാറില്ല അയാളിൽ നിന്ന്. അവർ പിടിക്കണോ മോനെ? സ്നേഹം വാരിക്കോരി ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുണ്ടോ അതില്? ഫുഡ് വാങ്ങി കൊടുക്കാൻ അതൊരു ഹെൽപ്പാണ്. നല്ല അടിപൊളി കഥയാണ്, നല്ല കഥയാണ്. കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവസ്ഥയിലുള്ളത് ഒരു ഇന്റർവ്യൂവിന് പോകുന്നെങ്കിൽ നിങ്ങളതിൽ വാഹനം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക. ഗിഫ്റ്റ് കിട്ടണമെങ്കിലുള്ള റൂള്. ഈ കുറച്ച് സമയം ഒരു ഹെൽപ്പ് ചെയ്തുകൂടെ? ഈ ലൈവ് ഒന്ന് വാച്ച് ചെയ്തുകൂടെ? ഇത്രയും ആളുകൾ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്. ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും ടോപ്പിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്സ് ഒന്ന് പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ. അല്ല, നിങ്ങൾക്ക് നിങ്ങളതായ എന്തെങ്കിലും ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ഡു ദ കമന്റ്. സംസ്കാരം, എനിക്ക് നല്ല സംസ്കാരമാണെന്ന് എല്ലാവരും എന്നോട് പറയാറുണ്ട്. സംസ്കാരമാണോ സംസാരമാണോ? സംസ്കാരമാണോ ഉദ്ദേശിച്ചത്? നമ്മുടെ കേരള സംസ്കാരത്തെ കുറിച്ചാണോ സംസാരിക്കേണ്ടത്? ജംഷി ലൈവിലോട്ട് വന്നിട്ടുണ്ടല്ലോ. ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ഇറ്റ്സ് ഗുഡ്. നല്ല ടോപ്പിക്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്ന് പറഞ്ഞ എല്ലാ ടോപ്പിക്കിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഇന്നത്തെ ആളുകൾക്ക് വളരെ വളരെ കുറവാണെന്ന് പറയാം. പക്ഷെ ചില സ്ഥലങ്ങളിൽ വളരെ വളരെ കൂടുതലാണ്. എവിടെയാണ് കൂടുതൽ? ഗേൾസിൻ്റെ അടുത്ത് അല്ലേ? സത്യമല്ലേ? ഗേൾസിനെ ഹെൽപ്പ് ചെയ്യാൻ 100 ആളുകൾ മുന്നിലുണ്ടാകും. ഞാനൊരു ഗേളാണ് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനെ കമ്പയർ ചെയ്യുമ്പം എൻ്റെ ഫ്രണ്ട്സ് പയ്യന്മാരുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പയ്യന്മാരെ ഹെൽപ്പ് ചെയ്യാൻ ഈ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആരും കാണൂല. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതെ അതെ, യെസ് പ്രഭ, സത്യമാണ് കുട്ടേട്ടാ. ഇത് സത്യം മാത്രമാണ്. സത്യം മാത്രമേ റാക്ക് പറയാറുള്ളൂ, സത്യത്തിന്റെ കൂടെ മാത്രം. ഓക്കെ, സോ വീണ്ടും പറയാണ്, മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആരെങ്കിലും ഈ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടോ? ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളുകൾ പേഴ്സണലി ആലോചിച്ചിട്ട് പറയാം, എനിക്ക് നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ ഉറപ്പുള്ള ആളുകൾ. തൃശ്ശൂർക്കാരന് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂർക്കാരനെ ലൈവിലോട്ട് എടുക്കുകയാണ്. ആൻഡ് തൃശ്ശൂർക്കാരൻ ഞാൻ ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ജോയിൻ ആൻഡ് പ്ലീസ് പറയൂ നിങ്ങളുടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എങ്ങനെയാണ് നിങ്ങൾ പ്രൂവ് ചെയ്തത്, എങ്ങനെയാണ് നിങ്ങൾ ഓഡിയൻസിനോട് സംസാരിക്കുന്നത്. തൃശ്ശൂർക്കാരൻ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടോ? യെസ്, തൃശ്ശൂർക്കാരൻ ലൈവിലുണ്ട്. അതുപോലെ അടുത്തത് ആരാണെന്ന് പെട്ടെന്ന് തന്നെ ഊഹിച്ചു വെച്ചോളൂ. ഹലോ തൃശ്ശൂർക്കാരൻ, എന്തുണ്ട് വിശേഷം? ഇതെന്ത് പറ്റി? തൃശ്ശൂർക്കാരൻ പ്ലീസ് കം ടു ദ ലൈവ് സെക്ഷൻ. ഐ എം ഇൻവൈറ്റിംഗ് യു. ആക്ച്വലി ഒരു ടോപ്പിക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്ലീസ് ജോയിൻ ആൻഡ് സംസാരിക്കാം. 1 മണിക്കൂറുള്ള ലൈവ് ടോക്ക് ഷോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ ഏറ്റവും ഡ്യൂട്ടിയിലാണോ? സോ ഡ്യൂട്ടിയിലുള്ള താങ്കൾ ഇപ്പം കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത് നിങ്ങളടുത്ത് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ഈ ലൈവ് വാച്ച് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് നിങ്ങൾ എങ്ങനെയാണ് ആളുകളെ ഹെൽപ്പ് ചെയ്യാറ്? എത്തരം കാര്യങ്ങളിലാണ് ഹെൽപ്പ് ചെയ്യാറ്? ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുകയാണ്. ഇറ്റ്സ് ഗുഡ്. അങ്ങനെയുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റിന്റെ ബാഡ് സൈഡ്, ഞാൻ അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, ഞാൻ അവളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, പക്ഷേ ഈ കഥകൾ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടാവും. അതിനെക്കുറിച്ചും സംസാരിക്കാം. യെസ്, എന്താണ് എല്ലാവർക്കും സംസാരിക്കാം. ഇവിടെ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും സംസാരിക്കാം. ഗസ്റ്റ് റിക്വസ്റ്റ് എല്ലാവർക്കും തരും. ഇനി സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ അതുകൂടെ പറഞ്ഞാൽ മതി. എങ്ങനെയാണ് റിക്വസ്റ്റ് ഇടാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ദ കമന്റ്സ്. യെസ്, നമ്മുടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ജംഷിന്റെ ലൈവിൽ. യെസ് ജംഷി, വെൽക്കം ടു ദ ലൈവ് സെക്ഷൻ. മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ജംഷി കേൾക്കുന്നുണ്ടോ? ഹായ് റാക്ക്, എന്ത് വിശേഷം? നല്ല വിശേഷം. ഓക്കെ, പറ ജംഷി. ഒരുപാട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരാളാണെന്ന് നമ്മുടെ കൂടെ ലൈവിലുള്ളത്. എന്ത് ഹെൽപ്പാണ് ചെയ്യാറ്? ആരെയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്? ഏതിലാണ് അബദ്ധം പറ്റിയത്? ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരുപാട് മെന്റാലിറ്റി ഉണ്ട്. സോ പേടിയാണ് ഒരു പക്ഷേ. കാരണം നമ്മൾ എത്രയൊക്കെ നമ്മൾ ആർക്കൊക്കെ ഇന്നത്തെ കാലഘട്ടത്തില് നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുത്താലും തിരിച്ചൊരു കമ്മിറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു സമയത്ത് ഞാൻ ഇവിടെ ദുബായിൽ വന്ന സമയത്ത് ഞാൻ എൻ്റെ കസിൻസ് ആണ് എന്നോട് കൊണ്ടുവന്നത്. സോ ഞാൻ റൂമിൽ ഇരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്,
നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നീ എവിടെയും പോകുന്നില്ല, നീ എവിടെയും ജോബ് നോക്കുന്നില്ല എന്നുള്ളത്. അന്നത്തെ ചോദ്യത്തിന്റെ വാല്യൂ ഇന്നാണ് എനിക്ക് മനസ്സിലായത്. സോ ആർക്കും നമ്മളൊരാൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് തിരിച്ച് നമുക്കൊരു നന്ദിയായിട്ട് പോലും ആരും നമുക്ക് തിരിച്ചു തരില്ല. അതായത് പൈസയല്ല, നമുക്കൊരു പക്ഷെ നമ്മളൊരു ജംഷി സ്നേഹം. സോറി ഫോർ ഇന്ററപ്റ്റ്, ആക്ച്വലി ജംഷി ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സഹായത്തിലൂടെ എന്തെങ്കിലും ബാഡ് ആയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ, നല്ലതായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ടിക്ടോക്കില് കുറച്ച് മുന്നേ ഓക്കെ ഇതേപോലെ ഞാൻ ലൈവ് ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു ഹേർട്ടായി. കാരണം ആ പെൺകുട്ടി പറയുന്ന ആ പെൺകുട്ടിയുടെ ഫ്രണ്ട്സ്, അവളുടെ ഫ്രണ്ട്സ് പോലും അവളെ സഹായിക്കാൻ ഇല്ലാത്തൊരു സമയത്ത്, റെന്റ് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് ചെയ്തു. എന്നിൽ കഴിയുന്ന ഒരു എമൗണ്ട് ഞാൻ ആ കുട്ടിയെ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു. ഓക്കെ കൊടുത്തിട്ട് പോലും നമുക്ക് തിരിച്ചു തരാമെന്ന് നമ്മളോട് പറഞ്ഞു. പക്ഷെ അതിനുശേഷം എന്താ പറയാ, ജോബ് കിട്ടിയോ ഇല്ലയോ ഒന്നും. കാര്യം കഴിയുവോളം നാരായണ 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 പാലം കടന്ന കൂരായണ. അത് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, ഇന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്. നമ്മളിനി എത്ര തന്നെ അത്രയും ബ്രോക്ക് എന്താ പറയാ അണ്ടർ മൈ ഹാർട്ട് നമ്മൾ പറയില്ല. അപ്പൊ അത്രയും നമ്മൾ ആഴത്തിൽ എടുത്തു കഴിഞ്ഞാലും തിരിച്ച് നമുക്കൊരു നല്ലൊരു കാര്യം ഇന്നൊരാളിൽ നിന്ന് കിട്ടാനില്ല. ഇന്ന് ഫുള്ള് നെഗറ്റീവ് മൈൻഡായിട്ടാണ് ഒരുവിധമുള്ള ആളുകളൊക്കെ പോകുന്നത്. എല്ലാവരും കാര്യമല്ല, ഒരുവിധമുള്ള ആളുകളൊക്കെ പോകുന്നത്. ഓക്കെ അപ്പോൾ സഹായിക്കാം. അത് നമുക്ക് ഈ അനാഥാലയങ്ങൾ പോലെയുള്ള അച്ഛനും അമ്മയും ഇല്ലാത്ത ആളുകൾ, മക്കള്, അല്ലെങ്കിൽ അവര് അങ്ങനെയുള്ള ആളുകളൊക്കെ സഹായം അർഹിക്കുന്നവന് കൊടുക്കുക. അതായിരിക്കും ഏറ്റവും അത് മുതലെടുക്കുന്നവരെ കണ്ടാൽ മനസ്സിലാക്കാൻ പഠിക്കുക. യെസ്. പക്ഷെ എന്റെ എല്ലാവരും പറയും അത് എത്ര കിട്ടിക്കഴിഞ്ഞാലും ജിംഷി പഠിക്കില്ല, വീണ്ടും അവരെ സഹായിക്കാനുള്ള ഹെൽപ്പിംഗ് മെന്റാലിറ്റി കാണിക്കും എന്നുള്ളതാണ് എന്റെ ആളുകൾ എന്നോട് പറയാറ്. സോ നമ്മൾ അർഹിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുക, അത്ര മാത്രമാണ് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. യെസ് ജംഷി, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. അടുത്തതാണ് ലൈവിലേക്ക് വരുന്നത് നോക്കാം. ഓക്കെ, താങ്ക് യു ജംഷി. So please stay tuned. Myself Raka, I'm from India, Kerala. This live session we can call BC Talk. BC Talkil ഇന്നത്തെ ടോപ്പിക് ആണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. ഫസ്റ്റത്തെ കാര്യം, നിങ്ങൾ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തതിലൂടെ നിങ്ങൾക്ക് വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാം, നിങ്ങൾക്ക് കിട്ടിയ നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഹെൽപ്പ് എന്ന് ചോദിച്ചു വന്ന് മുതലെടുത്ത ആളുകളുടെ പേര് പറയേണ്ട ആ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കാം. പാലം കടക്കുവോളം നാരായണ ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് പാലം കടന്നു കഴിഞ്ഞപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കാം, പക്ഷെ വ്യക്തികളുടെ പേര് പരാമർശിക്കരുത്, എൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. അതുപോലെ ഹെൽപ്പിംഗ് എന്ന പേരിൽ പലരും യൂസ് ചെയ്യാനും നോക്കുന്നുണ്ട്, അതിനെക്കുറിച്ചും സംസാരിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് തൽക്കാലം റിക്വസ്റ്റ് ഒന്നുമില്ല. ആരാണ് ലൈക്ക് അടിച്ചതിന് ഒരുപാട് നന്ദി, ആ ഹെൽപ്പിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ആൻഡ് പ്രശോഭ് പണിക്കർ, എന്ത് വിശേഷം? ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണോ? ഈ ലൈവ് വാച്ച് ചെയ്യുന്നതിൽ ആർക്കൊക്കെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്, ആരൊക്കെ സെൽഫിഷ് ആണ്, ഒന്ന് കമന്റ് ചെയ്തോളൂ. ആർക്കൊക്കെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്? നിങ്ങളുടെ അടുത്ത് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ കമന്റ്സ് ഇമ്പോർട്ടൻസ് ആണ്, അതുപോലെ നിങ്ങൾ ലൈവിൽ വന്ന് സംസാരിക്കുകയാണത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്ത് പറ്റി പോകുന്നത്? എനിക്ക് വേണ്ടി കുറച്ച് സമയം ഒരു ഹെൽപ്പ് ചെയ്തുകൂടെ? ഈ ലൈവ് ഒന്ന് വാച്ച് ചെയ്തുകൂടെ? ഓക്കെ, എനിവേ, താങ്ക് യു ഫോർ ജോയിനിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. അപ്പം നമുക്ക് ഇന്ന് ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ടോപ്പിക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ്. ഞാൻ ആക്ച്വലി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ ഫിനാൻഷ്യലി ആരെയും ഹെൽപ്പ് ചെയ്യാറില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. യെസ്, KC രാജേഷ്, എന്തെൻ്റെ വിശേഷം? ഹെൽപ്പ് ചെയ്യുന്ന ആളാണോ? ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ, പോകണ്ട. ഇതാണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഇവിടെയാണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹെൽപ്പിംഗ് മെന്റാലിറ്റി എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുമ്പം ഞാൻ ചെയ്യാറുണ്ട്. എന്നോട് ഹെൽപ്പ് ചോദിച്ചു വരുന്ന ആരെയും ഞാൻ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാറില്ല. അവിടെ ഞാൻ പക്ക സെൽഫിഷായിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്, ഞാൻ ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ചോദിച്ചു വരുന്ന ആളുകളുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാത്തതെന്നുള്ളൊരു ചോദ്യം പേടിയാണ്. ഈ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ വഴിക്ക് അങ്ങോട്ട് പോകും. ഹെൽപ്പ് കൊടുക്കുന്നതിന് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നന്ദി, കടപ്പാട് ഇതൊന്നും ഇല്ലെങ്കിലും നെറികേട് കാണിക്കരുതല്ലോ, അല്ലേ? പലരെയും നമ്മൾ സഹായിച്ചിട്ട് ഒരു സമയം ആ സഹായം കിട്ടുന്നത് വരെ വളരെ 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 അറ്റാച്ച്മെന്റും സ്നേഹവും സൗഹൃദവും കാണിച്ചിട്ട് നമ്മളൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഫൂളാകാതിരിക്കുക.
ഓക്കെ, ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരാനുള്ള എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചെറിയ ഉപദേശം പറയാൻ ഞാൻ ആരുമല്ല. ഓക്കെ, സോ അഗെയിൻ നമ്മുടെ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. സോ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം ആൻഡ് ഇവിടെ ലൈവിൽ വന്നിട്ട് സംസാരിക്കാം. അപ്പോൾ ഞാൻ കമൻസ് നോക്കുകയാണ്. ആരാണ് താങ്കൾ ആരാണ് പറയൂ. അതാണ് ശരി. യെസ്, സത്യം, അത് തന്നെയാണ് ശരി. സുഖമായിട്ടിരിക്കുന്നു. അതിൻ്റെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, താങ്ക് യു. സോ നമ്മൾ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് എന്നൊരു പേരിൽ കപടമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആസ് എ ലേഡി എനിക്ക് പറയാൻ പറ്റും, പെൺകുട്ടികൾക്ക് മാത്രം സ്പെഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്ന ആളുകളുണ്ട്. ഇതിന് ഹെൽപ്പ് എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലോകം കാണേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിന് അപ്പുറത്തോട്ട് ഇത് ഹെൽപ്പല്ല, വേറെ പല കാര്യങ്ങളാണെന്ന് ബ്രേവ് ഗേൾസിനെ മനസ്സിലാക്കും. അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ച് നടക്കുന്ന പെൺകുട്ടികളും ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളും പഠിക്കുക. കാണുന്ന സമയത്ത് നിഷ്കളങ്കയായിരിക്കും. ഞാൻ പറയുന്ന പോലെ ഈ ബോൾഡ് ലുക്കൊന്നും ഉണ്ടാവില്ല, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ നാടകത്തിൽ ബെസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള പെൺകുട്ടികൾ അവരുടെ ദാരിദ്ര്യം, കഷ്ടപ്പാട് ഇത് ഒരാളോട് പറയുന്ന പോലെ 10 ആളോട് കോപ്പി പേസ്റ്റ് ആയിരിക്കും, 10 ആളോട് സ്നേഹം കാണിക്കും. പക്ഷെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ മഷിട്ട് നോക്കിയാൽ കാണൂല. ആ റിസൾട്ട് കിട്ടുന്നവരെ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് 100 പ്രൂഫ് നിങ്ങൾക്ക് കിട്ടും. അധികം സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യും, അധികം ഡെഡിക്കേഷൻ കാണിക്കും, കെയർ കാണിക്കും, എല്ലാം കാണിക്കും. ഇതൊരു ഡ്രാമയാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹോദരന്മാർ പഠിക്കാം. ഓക്കെ, സത്യങ്ങൾ വിളിച്ചു പറയാനല്ല റേക്കോഡ് ഉള്ളത്. എനിവേ, മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെക്ഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക്കാണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി. സോ ഹെൽപ്പിംഗ് മെന്റാലിറ്റിനെ കുറിച്ചിട്ട് എന്താണ് സംസാരിക്കാനുള്ളത്? എൻ്റെ കോല ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഓക്കെ, സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ് വേണം. മിസ്റ്റർ പേരെന്താണ്? ഓക്കെ, ആ മിസ്റ്ററിനോട് പറയാനുള്ളതാണ്. ഓക്കെ, അപ്പം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്പിങ്ങിനെ കുറിച്ചിട്ട് വേറൊരു കാര്യം പറയാം. ചില ആളുകൾക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്, ചില ആളുകൾക്ക് അവരുടെ ബ്ലഡിൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ളൊരു സാധനം ഉണ്ടാവും. ഓവർ ഡെഡിക്കേഷൻ എന്ന് പറയാം. ഈ ഓവർ ഡെഡിക്കേഷൻ ഉള്ള ആളുകളാണ് മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളെ മുതലെടുക്കാൻ 100 പേര് സൊസൈറ്റിയിലുണ്ട്, 1000 പേര് സൊസൈറ്റിയിലുണ്ട്, ബാക്കിയുള്ളത് എല്ലാവരും സൊസൈറ്റിയിലുണ്ട്. ഓക്കെ, സോ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ഒരു ബ്ലഡിൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ളൊരു വേർഡ് ഉണ്ടെങ്കിൽ ബാക്കി കാണാം. സുരേഷിനോട് സംസാരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. സുരേഷ് കേൾക്കുന്നുണ്ടോ? സത്യം മാത്രം വിളിച്ചു പറയും ഞാൻ. സുരേഷ് കേൾക്കുന്നുണ്ടോ? മ്യൂട്ടാണ്. ഹലോ ഗീവർഗീസ്, എന്ത് വിശേഷം? സുഖാണോ? എന്താണ് മല്ലു, ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. സുരേഷ് കേൾക്കുന്നുണ്ടോ? ബ്രോ മ്യൂട്ടാണ്, മ്യൂട്ടൊന്ന് ഒഴിവാക്കാവോ? താങ്കൾ കേട്ടിട്ട് കാര്യമില്ല, താങ്കൾ സംസാരിക്കണം. ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ള ടോപ്പിക്കുമായിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ ഡിയർ. ലൈവ് സെക്ഷനെ കുറിച്ചിട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അൺമ്യൂട്ട് ചെയ്യാവോ? അത് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം എന്നാണോ? സത്യം മറച്ചു വെച്ച് സംസാരിക്കണം എന്നാണോ? ഓക്കെ, താങ്കൾ ഡ്യൂട്ടിയിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം, ഡിസ്കണക്ട് ചെയ്യാണ്. അറിയാതെ വന്നതാണോ ലൈവിലെന്ന് അറിയില്ല, സോ ഞാൻ അറിഞ്ഞുകൊണ്ട് ഡിസ്കണക്ട് ചെയ്യാണ്. നമുക്ക് ഷെഫീഖ് ഉണ്ട് ലൈവ് സെക്ഷനിൽ. ഷെഫീഖിന്റെ ഹെൽപ്പിംഗ് മെന്റാലിറ്റിനെ കുറിച്ച് നമുക്കറിയാം. ഇന്നത്തെ ടോപ്പിക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. ആൻഡ് കുറച്ച് മുന്നേ പോലെ വിളിച്ചപ്പോൾ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു. വെയിറ്റ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഷെഫീഖ് കേൾക്കുന്നുണ്ടോ? ഹലോ. അഗെയിൻ എൻ്റെ ലൈവില് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ ഇതാണ്. വരിക പോകുക. എനിവേ, ഇറ്റ്സ് ഗുഡ്, നോ പ്രോബ്ലം. മേ ബി അറിയാതെ ലൈവിൽ ജോയിൻ ചെയ്തതായിരിക്കും. സോ നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാണ്, വീണ്ടും നമ്മൾ ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. അപ്പോൾ ഹെൽപ്പിംഗ് മെന്റാലിറ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആണ്, സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ ഈ സോഫ്റ്റ് സ്പോഞ്ച് പോലുള്ള ടീംസ് ആരെങ്കിലും ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കഷ്ടപ്പാട് ആര് പറഞ്ഞാലും അതിൻ്റെ പിറകെ പോയി നോക്കാതെ കാശാണോ വേണ്ടത് ചെയ്തു തരാം. കെയറിങ് ചേട്ടായി. പെണ്ണുങ്ങളുടെ കാര്യമല്ല, ആണുങ്ങൾക്ക് എല്ലാവർക്കും കെയറിങ് ചെയ്യും. അവരെല്ലാവർക്കും കെയറിങ് ചെയ്യും. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ചേട്ടനുണ്ട് കൂടെ, ചെയ്തു തരാം. അങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള ആൾ അത് മുതലെടുക്കാണോ അല്ലേ എന്നുള്ള സ്വയം മുതലെടുക്കാൻ വെച്ചു കൊടുക്കാതിരിക്കുക. ആരും സ്വയം ഫൂളാവാതിരിക്കുക. ഓപ്പോസിറ്റുള്ള ആൾ എന്താണ് വന്ന് ചോദിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ ഇത്രയും സോഫ്റ്റ് ആണ്, നിങ്ങൾക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ പൊതുസമൂഹത്തിൽ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഹെൽപ്പ് അർഹിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ എടുത്ത് വന്ന് ചോദിക്കുന്നവരെ കണ്ണടിച്ചിട്ടുന്ന ഇന്ന് എൻ്റെ ബഡ്ജറ്റ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റിയുടെ ബഡ്ജറ്റ് ഇന്ന് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പലപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഹെൽപ്പ് എന്നുള്ളൊരു വേർഡ് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആണോ അല്ലേ?
പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താം. നിങ്ങൾ എത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്? യു എയിലുള്ള ആളുകൾ അല്ലെങ്കിൽ വേറെ എമിറേറ്റ്സിലുള്ള ആളുകൾ, നിങ്ങൾ എത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരാളെ വിളിച്ചിട്ട് സഹായം ചോദിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നാറില്ല. എനിക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോടും മിണ്ടാറില്ല. എൻ്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കാറാണ് എൻ്റെ പതിവ്. നിങ്ങൾക്ക് എന്താണ് തോന്നാറ്? ഒരു ചെറിയ പ്രശ്നം ഉണ്ട്, എടാ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, എടി എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്നിട്ട് സഹായം ചോദിച്ചിട്ടാണോ പോകാറ്? പണ്ടൊക്കെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഭിക്ഷാടനം കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടം. അയ്യോ ആ ചേട്ടൻ എന്തുവാ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്, ആ ചേച്ചി എന്തുവാ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്, കൈയില്ല കാലില്ല അതില്ല ഇതില്ല. ഇത് കാണുമ്പോഴത്തേക്ക് അങ്ങ് സങ്കടം കൂടിയിട്ട് പോക്കറ്റിലുള്ള ചില്ലറ ഇങ്ങ് ഇട്ട് കൊടുക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് 1 രൂപയാണെങ്കിൽ പോലും ഈ 1 രൂപ അർഹിക്കാത്ത ഒരുത്തൻ്റെ കയ്യിൽ കൊടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. അത് പോകുന്ന വെറും 1 രൂപയില്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിലല്ല കാര്യം. ഇങ്ങനെയുള്ള 1 രൂപകൾ കുറേ കൂട്ടി വെച്ചിട്ട് അതൊരു ജോബാണ് അവർക്ക്. ഈ ജോബാണ് അവിടെ നടക്കുന്നത്. അതുപോലെ എത്രയോ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഞാൻ പാവമല്ല. ഓക്കെ, പാവമാണെങ്കിൽ ഞാൻ പാവമാണ്, പാവമല്ലെങ്കിൽ ഞാൻ പാവമല്ല. എനിവേ, നമുക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിലോട്ട് കിടക്കാം. ഒരാളും ചെയ്യില്ല, ഒരാളും ചെയ്യരുത്. ആക്ച്വലി എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ. നമുക്കൊരു പ്രശ്നം വന്നിട്ട് നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം എത്ര ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതുപോലെ ഈ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് എന്നുള്ള വേർഡ് ആരെങ്കിലും മിസ്യൂസ് ചെയ്ത സ്റ്റോറി പറയാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക, ആ ഡ്രാമ സ്റ്റോറിനെ കുറിച്ച് സംസാരിക്കുക. പക്ഷെ വ്യക്തിയുടെ പേര് പരാമർശിക്കരുത്. അത് നിങ്ങൾക്കും പ്രശ്നമാക്കും, എനിക്കും പ്രശ്നമാക്കും. കോമൺ സെൻസ് യൂസ് ചെയ്യാം. അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്നുള്ള ഒരു സാധനം മിസ്യൂസ് ചെയ്തത് കൂടാതെ ഹെൽപ്പ് കൊടുക്കുന്നത് വരെ നല്ല രീതിയിലും ഹെൽപ്പ് കഴിഞ്ഞിട്ട് അത് വേറെ രീതിയിലും പോയ ബന്ധങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ധനസഹായം കൊടുക്കുമ്പോൾ. സത്യമാണോ? എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഒപ്പീനിയൻസ്, നിങ്ങൾക്ക് വന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് എല്ലാം ഇവിടെ സംസാരിക്കാം. ഗസ്റ്റായിട്ട് വന്നാൽ മതി. ഓക്കെ, സുരേഷ് എന്തായാലും വർക്കിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പം ലൈവ് വാച്ച് ചെയ്യുന്ന പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ? എപ്പോഴും ഞാൻ പറയുന്നതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക്ക് സ്നേഹിത. ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് എന്താണ്? ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. ഓക്കെ, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്ന് പറയുമ്പം എന്താണ് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടെന്ന് പ്രൗഡ് ഫീലിംഗ് ആയിട്ട് പറയണ്ട, വേണ്ട. നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം. ഈ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഈ കാലത്ത് എത്രത്തോളം യൂസ് ചെയ്യപ്പെടുന്നുണ്ട്? നിങ്ങളുടെ ഈ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ബാഡായിട്ട് കൂടി കണ്ടോ? ഈ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഓവറായിട്ട് ഇപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു എക്സാമ്പിൾ പറയാനുണ്ട്. ഓക്കെ, പണ്ട് എൻ്റെ അച്ഛൻ NRI ആയിരുന്നു. അച്ഛൻ UAയിലുള്ള സമയത്ത് വെക്കേഷൻ വരുമ്പോൾ ഞങ്ങൾക്കറിയില്ല അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നതെന്ന്. അച്ഛൻ നാട്ടിലോട്ട് വരാൻ കാത്തിരിക്കും. ആ സ്വദേശത്തുള്ള എത്ര ആളുകൾക്ക് കംപ്ലൈൻറ്റ് പറയാനുണ്ടോ? പിരിവുകാരുണ്ടാകും, അമ്പലപ്പിരിവുണ്ടാവും, പാർട്ടി പിരിവുണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും. അതും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. കയറി വരുമ്പം അച്ഛനുണ്ടാകുന്ന കഷ്ടപ്പാടൊന്നും പറയാതെ എല്ലാവർക്കും കൊടുത്തു കൊടുക്കും. എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പം നിങ്ങളെല്ലാവരും നാട്ടിൽ പോകുമ്പോൾ ഒരു ലഗേജ് നിറയെ കൊട്ടേക്കൊരു സാധനങ്ങൾ കടം വാങ്ങി എല്ലാതെയും കൊണ്ടുപോകുന്നുണ്ട്. ആർക്കാണ് കൊടുക്കുന്നത്? എന്തിനാണ് കൊടുക്കുന്നത്? ഒരു ദിവസം നിങ്ങൾ കൊടുക്കാതെ നിന്ന് നോക്ക്, തനി സ്വഭാവം മനസ്സിലാവും എല്ലാവരും. ഹെൽപ്പിംഗ് എന്ന വേർഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അർഹിക്കുന്നവൻ്റെ കയ്യിൽ കൊടുക്കുക. സമ്മാനങ്ങളാണെങ്കിലും കാശാണെങ്കിലും ഏത് രീതിയിലുള്ള ഹെൽപ്പാണെങ്കിലും ഏത് രീതിയിലുള്ള സപ്പോർട്ടാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത റിക്വസ്റ്റ് സ്നേഹിതനാണ്. ആൻഡ് കമന്റ്സ് വായിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ കണ്ണ് താഴത്തേക്ക്. ഹായ് സ്നേഹിതൻ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമസ്കാരം. എന്താണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരാളാണോ? തീർച്ചയായിട്ടും ഹെൽപ്പിംഗ് മെന്റാലിറ്റി എനിക്കുണ്ട്. എപ്പോഴെങ്കിലും ആരെങ്കിലും യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഹെൽപ്പിംഗ് മെന്റാലിറ്റി വെച്ചിട്ട്? ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാറില്ല അയാളിൽ നിന്ന്. ഓക്കെ, കാരണം എനിക്ക് ദൈവം തന്ന കാരുണ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ദൈവം എന്നെ കടാശിച്ചതിൽ നിന്നോ ഞാൻ എനിക്ക് ഉള്ളതിൽ നിന്ന് സഹായിക്കാറുണ്ട്. കടം മേടിച്ച് ആർക്കും സഹായം കൊടുക്കാറില്ല. എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ സഹായിക്കാറുണ്ട്. സ്നേഹിതൻ, ഞാൻ അതിലൊരു ചെറിയൊരു ഡൗട്ട് ചോദിക്കുകയാണ്. ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ശരിയാണ്, നമ്മൾ തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഹെൽപ്പ് ചെയ്യുന്നത്. എന്നാൽ പോലും ഓപ്പോസിറ്റ് ഉള്ള ആള് നമ്മൾ ഒരുമാതിരി ഫൂളാക്കുമ്പോ നമുക്ക് ഫീൽ ചെയ്യൂലേ? ഫീൽ ചെയ്യുമല്ലോ എന്ന് വെച്ചാല്
നമുക്ക് എല്ലാ കാറ്റഗറിയും ആൾക്കാരെ അറിയാലോ. നമ്മൾ അവരൊന്നും പ്രതീക്ഷിക്കണില്ല. നമ്മളവര് ദൈവത്തോളം പുകഴ്ത്തണമെന്നോ അല്ലെങ്കിൽ വാഴ്ത്തപ്പെടണമെന്നോ അല്ലെങ്കിൽ ചവിട്ടി പാതാളത്തിലോട്ട് താഴ്ത്തണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കൊടുത്ത് എന്റെ ഭാഗം കഴിഞ്ഞു. ഇപ്പൊ ഉദാഹരണത്തിന് പറയാണ്, ഞാനിപ്പോ ഒരു ഷോപ്പ് നടത്തുന്ന വ്യക്തി ആയതുകൊണ്ട് ഇവിടെ ഇല്ലീഗലായിട്ട് പല ആൾക്കാരും പല ചാരിറ്റിയുടെ പേര് പറഞ്ഞിട്ട് പറയട്ടെ, പല ചാരിറ്റിയുടെ പേര് പറഞ്ഞിട്ട് വരാറുണ്ട്. അത് ഒറിജിനൽ ആയിട്ട് എല്ലാ ഡോക്യുമെന്റും ക്ലിയർ ആയിട്ട് വരുവാണോ അതോ ഫേക്ക് ആയിട്ട് വരുവാണോ എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു പക്ഷേ റൂമിൽ ജോലിയില്ലാത്ത ആൾക്കാർ ഒരു എന്റർടൈൻമെന്റ് പോലെ വരണതായിരിക്കാം, അല്ലെങ്കിൽ അത് കാര്യപ്പെട്ട ആൾക്കാർ അതിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം. ഞാൻ കൊടുക്കുന്നത് ഞാനും എന്റെ ദൈവം തമ്മിലുള്ള കരാറാണ്. ഞാനത് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ഭാഗം ക്ലിയർ ആണ്. അവരത് എങ്ങനെ ഉപയോഗിക്കുന്നത്, ഏത് തരത്തിൽ ഉപയോഗിക്കുന്നത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ അതിൽ പോയിട്ട് ചോദിക്കാറില്ല, ഇടപെടാറില്ല. നിങ്ങൾ തിരിച്ച് മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലപ്പം കണ്ണീര് വരുത്താൻ സാധ്യതയുണ്ട്. കറക്റ്റ് ആണ് പറഞ്ഞത്. ഒരു പക്ഷെ കാര്യം അവിടെ പറഞ്ഞാല് വീണ്ടും ഇപ്പൊ വീണ്ടും എന്റെ ഒരു ഡൗട്ടാണ്. ഉദാഹരണത്തിന് ഇറ്റ്സ് മീ റാക്കിനെ ഞാനൊരു സുപ്രഭാതത്തിൽ സഹായിക്കുകയാണ്. നാളെ എനിക്ക് അവളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സഹായം എനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ എനിക്ക് ദ്രോഹമല്ലാതെ മറ്റൊന്നും കിട്ടൂല. തീർച്ചയായിട്ടും അവിടെയാണ് നമ്മുടെ പരാജയം. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കരുത് ഒന്നും കിട്ടുന്നുള്ളത്. നമ്മളൊരു വ്യക്തിയെ സഹായിക്കുമ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം നമുക്ക് മറ്റൊരു അവതാരത്തെ ഇറക്കി തരും. അതും സത്യമാണ്. കൊടുത്ത കണക്കുകൾ വിളിച്ചു പറയാതിരിക്കുക, മറ്റൊരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയാതിരിക്കുക, അവരുടെ അഭിമാനത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. നമ്മൾ അവരെ സഹായിച്ചത് കൊണ്ടാണ് അവർ അങ്ങനെ വളർന്നത്, ഞാനാണ് അതിന് കാരണക്കാരൻ എന്നൊരിക്കലും പറയരുത്. കാരണം എനിക്കും അവനക്കും ജന്മം തന്നത് ദൈവമാണ്. അവനക്ക് കഷ്ടപ്പാട് കൊടുത്തും എനിക്ക് കാശ് തന്നത് ദൈവമാണ്. ആ തന്നത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് എന്റെ കർത്തവ്യം. ഓക്കെ, ഗുഡ്. വളരെ പക്വതയോടെയുള്ള സംസാരം. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്നോടുണ്ടോ വേറെ? ഇല്ല സ്നേഹിതൻ, എല്ലാം ക്ലിയർ ആണ്. ഓഡിയൻസിന് അല്ല, എന്തെങ്കിലും അതിനിടയ്ക്ക് എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പാതി വഴിക്ക് ഞാൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അത് പുറത്തോട്ട് ഞാൻ വന്നില്ല. വീണ്ടും എന്റെ മനസ്സിലുള്ള ഒരു ഇത്, ഇത്രയും നമ്മൾ ഒരു ലോയലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് സൈക്കോ മൂഡ് കൂടുതലാണ്. ഓക്കെ, ഞാൻ കൊടുക്കുന്ന ഒരാൾക്ക് എനിക്ക് കർമ്മം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല, നല്ലത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല, അവർക്ക് തിരിച്ച് എനിക്കൊന്നും ചെയ്യണമെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇതൊരു മെന്റാലിറ്റി, എല്ലാവരോടും ഈ ഹെൽപ്പിംഗ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഐ ഫീൽ സൈക്കോ. മനസ്സിലായോ? അപ്പം അവര് ഇനി ഒരാളെടുത്ത് ഇത് ചോദിച്ച് നടക്കരുത്, അത് തീർത്തു കൊടുക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരിക്കലും അങ്ങനെയല്ലത്. നിങ്ങൾ ഈ ഭൂമിയിലോട്ട് ജനിച്ചു വരുമ്പോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ തിരിച്ചു പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുന്നത് റെഡിയാണോ? മിസ്യൂസ് ചെയ്യുന്നത് അവരുടെ ഇഷ്ടമല്ലേ. കൊടുക്കൽ മാത്രമാണ് നിങ്ങളുടെ കർത്തവ്യം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ കൊടുത്ത സഹായം കൊണ്ട് അവരെ ചിലപ്പോൾ ഭാര്യ പോയി കള്ളുടിക്കാനായിരിക്കും, അത് അവരുടെ ചോയ്സ് ആണ്. അല്ലെങ്കിൽ അവർ വല്ല ചാരിറ്റി ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ വല്ല ഹോസ്പിറ്റലിൽ പാവപ്പെട്ടവരെ ബില്ലടക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോകാൻ, അല്ലെങ്കിൽ മറ്റേ പുസ്തകം പെൻസിലും മേടിക്കാൻ കാശില്ലാത്ത കുട്ടികളെ സഹായിക്കാനായിരിക്കാം. ഡയറക്റ്റ് ചോദിക്കാതെ നമ്മുടെ അടുത്ത് സാമ്പത്തികമായിട്ടുള്ള ആളുകളുടെ അടുത്ത് വന്ന് പലരും ചോദിക്കാറുണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ആവശ്യമുണ്ട്. അങ്ങനെ പലരും ചാരിറ്റി അല്ലെങ്കിൽ ഒരു പൊതുവായിട്ട് പിരിക്കാറൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമാവുക എന്നത് മാത്രമാണ് നമ്മുടെ കർത്തവ്യം. അല്ലാതെ അവരത് ചെയ്തോ അല്ലെങ്കിൽ എന്താക്കി അത് അന്വേഷിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് സങ്കടം ഉണ്ടാവുന്ന അവസ്ഥ വരുന്നത്. ഓക്കെ, ഫൈൻ സ്നേഹിതൻ, താങ്ക് യു ഫോർ യുവർ ഒപ്പീനിയൻ, വാല്യുബിൾ ഒപ്പീനിയൻ. താങ്ക് യു. ഓക്കെ, ബൈ ബൈ. അതിന്റെ ഇടയിൽ എനിക്ക് ഏതോ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ റിക്വസ്റ്റ് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. സോ അഗെയിൻ മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ്. സോ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾ സംസാരിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹെൽപ്പ് ചെയ്യുന്ന ആളാണോ നിങ്ങൾ? ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണോ? അല്ലെങ്കിൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് അടിച്ചതിന് ശേഷം സ്റ്റോപ്പ് ചെയ്തതാണോ? ഹെൽപ്പിംഗ് മെന്റാലിറ്റി നിങ്ങൾ ലൈഫിൽ നിന്ന് എടുത്ത് കളഞ്ഞോ? അതല്ല, ഹെൽപ്പിംഗ് മെന്റാലിറ്റി പണ്ടേ എനിക്ക് ഈ സ്വഭാവമില്ല പെങ്ങളെ, ഞാൻ ആരെയും ഹെൽപ്പ് ചെയ്യാറില്ല, അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചും സംസാരിക്കാം. ഇനി ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തതിലൂടെ നിങ്ങൾക്ക് കർമ്മ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളൊരു ഡയലോഗ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴെങ്കിലും നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് നല്ല നല്ല പോസിറ്റീവ്സ് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ആ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കാം. അതല്ല, ഒരാളെ ഞാൻ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് ഒരുപാട് ബാഡ് കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് നടന്നു എന്ന് തോന്നുകയാണെങ്കിൽ, എനിക്ക് റിഫ്ലക്ട് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ള വേർഡ് കൊണ്ട് കബളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും സംസാരിക്കാം. ഓക്കെ, നമ്മൾക്ക് ഇവിടെ കമന്റ് ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് പറയാണ്, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയില്ലടേ, എന്തിനെങ്ങനെ കമന്റ് ചെയ്യുന്നത്? വന്ന് സംസാരിക്കേ. ഇത് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ സ്ട്രെയിറ്റ് ഹോസ്റ്റിംഗ് സ്റ്റൈൽ മാറും. ഞാൻ കമന്റ്സ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഞാൻ ഇങ്ങനെ തപ്പി പിടിച്ച് വായിക്കുന്ന പോലെ തോന്നും. എനിവേ, ഞാൻ ട്രൈ ചെയ്യാം.
ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങൾ പോകണോ ഇരിക്കണോ നിൽക്കണോ എന്നുള്ളത് അടുത്ത് എന്താണുള്ളത് അതിനനുസരിച്ച് ചെയ്തോ. ഇരിക്കാൻ കസേരണ്ട് കസേര ഇട്ടിരിക്കുക, കട്ടിലുണ്ട് കട്ടിലുമേൽ ഇരിക്കുക. ഓക്കെ അരുൺ, എന്തുണ്ട് വിശേഷം? തോരപ്പൻ എന്ത് പറ്റി? തോരപ്പൻ ഇന്ന് തേങ്ങാപ്പൂള് കിട്ടിയില്ലേ? തോരപ്പൻ ഇന്ന് തേങ്ങാപ്പൂള് തന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്? പ്ലീസ് ഡു തേങ്ങാപ്പൂൾസ്. ഓക്കെ, വേറെ എന്താണ്? ഡാർക്ക് സൈഡ് ഗെയിമിങ് സുഖാണോ? ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു പാസ്വേഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പാസ്വേഡ് കിട്ടിയതിന് ഓക്കെ, ഇവിടെ വന്നിട്ട് ആളുകൾ ഹെൽപ്പ് ചെയ്തിട്ടാണോ ജോബും കാര്യങ്ങളും കിട്ടിയത്? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാം. എനിക്ക് പറയാനുള്ളത് ആ ഒരു വേർഡാണ്. ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? ഒരാൾ നമ്മളോട് ഹെൽപ്പ് കേൾക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ എന്നുള്ളൊരു വേർഡ് ഞാൻ കട്ട് ചെയ്യുകയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണോ വെച്ചാൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് ഞാൻ ചെയ്യാറില്ല. എൻ്റെ കയ്യിൽ ഉണ്ട് ഇല്ല എന്നുള്ളതല്ല, ഞാൻ ചെയ്യാറില്ല. അതിപ്പോൾ എൻ്റെ കയ്യിൽ 100 ദിർഹം ആണുള്ളത്, ഒരാൾ വന്ന് 1 ദിർഹം ചോദിച്ചാൽ ഞാൻ കൊടുക്കൂല. കൊടുത്തു മടുത്തു. അത് തിരിച്ചൊന്ന് എക്സ്പെക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല, കൊടുത്തു കഴിയുന്നത് വരെ ഒരു സ്വഭാവം. ഇവരുടെ വേറെ സ്വഭാവം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നി എന്തിനാടേ നമ്മൾ കാശ് കൊടുത്തിട്ട് ആ കാശിൽ കഴിച്ചിട്ട് നമ്മൾ തെറി വിളിക്കുന്നത്. വേണ്ട, ആ പരിപാടി നിർത്തി. പക്ഷേ ഹെൽപ്പിംഗ് എന്നുള്ളൊരു വേർഡ് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സഹായിക്കാം, താമസ സ്ഥലങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സഹായിക്കാം, എന്തെങ്കിലും രീതിയിലുള്ള കോണ്ടാക്ട്സ് ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കാം. ഈ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതും ഹെൽപ്പാണ്. നിങ്ങൾക്ക് അത്രയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ അർജന്റായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ മതി, അതും അവർക്കുള്ള ഹെൽപ്പാണ്. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹെൽപ്പിങ്ങിൽ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നും അറിയുന്നവരെ ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു എന്ന്. കാരണം ആ ബന്ധങ്ങളെ പോയി കിട്ടും. അറിയുന്നവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബന്ധങ്ങളെ പോയി കിട്ടും. അറിയാത്ത ആളുകൾക്ക് എന്തെങ്കിലും കണ്ടറിഞ്ഞ് ഹെൽപ്പ് ചെയ്ത് നോക്ക്, അവർ നമ്മളെ ഓർക്കും. മനസ്സിലായോ? അവർ നമ്മളെ ഓർക്കും, ഒരു നിമിഷമെങ്കിലും ഓർക്കും. അതിനുള്ള ചെറിയ ചെറിയ എക്സാമ്പിൾസ് പറയാം. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത്, നമ്മൾ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള ഹെൽപ്പ് വേണം. ഇമോഷണൽ സപ്പോർട്ട് ഒരു ഹെൽപ്പാണ്. നമ്മൾ പുറത്തിറങ്ങി ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് ഇറങ്ങി നോക്ക്. ചുറ്റുപാടിന് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആളുകളെ കാണാം. അവരോട് ചേട്ടാ എന്താ ചായ കുടിച്ചോ, ഫുഡ് കഴിച്ചോ, വെറുതെ സംസാരിക്കുക, അതൊരു ഹെൽപ്പാണ്, ഇമോഷണൽ സപ്പോർട്ട്. അല്ല, നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു ചേട്ടൻ ആരെങ്കിലും ആവട്ടെ, വലിയ കവറൊക്കെ പിടിച്ച്, ഇനി ഒരു പെണ്ണ് എന്തോ ആവട്ടെ, ഒരു വലിയ കവറൊക്കെ പിടിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യണം. ചേച്ചി, ചേട്ടാ, പെങ്ങളെ കവർ പിടിക്കണോ ചോദിച്ചു നോക്ക്, അതും ഒരു ഹെൽപ്പാണ്. പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ഇതേ നടക്കാവൂ എന്നില്ല. പക്ഷെ നമ്മളോട് ഹെൽപ്പ് ചോദിച്ചു വരുന്ന ആളുകളെ ശ്രദ്ധിക്കാം. ഇത്ര മാത്രമേ പറയാനുള്ളൂ. എന്നാ വേണ്ട നമ്മുടെ ബന്ധങ്ങൾ. അപ്പോൾ എനിക്ക് 300 ദിർഹം ലാസ്റ്റ് വീക്ക് തന്നല്ലോ. ഞാനോ? എൻ്റെ കയ്യിൽ നിന്നോ? മോനെ, എന്തോ പറയാനുണ്ട്, അതിനെന്തോ പഴഞ്ചൊല്ല് പറയാനുണ്ട്. ഓക്കെ, ഞാൻ ഏതെങ്കിലും കമൻസ് വായിച്ചിട്ടില്ലെങ്കിൽ സോറി, ബിക്കോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ റേഡിയോ പോലെയാണ്, കമൻസ് കാണാറില്ല. അപ്പോൾ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് കമൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അഗെയിൻ മൈസെൽഫ് ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. 10:29 11 മണിക്ക് നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യണം. ഇനി എന്താണ് പറയാനുള്ളത്? ഓവർ ഹെൽപ്പ് വേണ്ട. ചില മാന്യന്മാർ പെണ്ണുങ്ങളെ മാത്രം ഹെൽപ്പ് ചെയ്യാനുണ്ടാക്കും. ആ ഹെൽപ്പും വേണ്ട, അത് നല്ലതിനല്ല. ഓക്കെ, ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. ഈ വേർഡ് തിരിച്ചു തരാം. ഈ വേർഡ് ആഡ് ചെയ്തിട്ടുള്ള പല മാന്യമായിട്ടുള്ള ഹെൽപ്പുകളും ഉണ്ട്, ചോദിച്ചു വരാറുണ്ട്. റാക്ക് ആരും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാറില്ല. ഇനി റാക്ക് എന്നല്ല, ഇങ്ങനെ തമാശയ്ക്ക് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി, എന്നാലും ഞാൻ പറയുകയാണ്. ചില ആളുകൾ ഇതുപോലെയുള്ള മെസ്സേജ് കാണാം. അത് ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് ലാസ്റ്റ് ഡേയിൽ എൻ്റെ ഇന്ത്യൻ നമ്പറിൽ ഒരു മെസ്സേജ് വന്ന്, സ്ട്രെയിറ്റ് മെസ്സേജ്, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? ഞാൻ എനിക്കത് ആരുടെ നമ്പർ സേവ്ഡ് അല്ല, DP കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, ആരാന്ന് പോലും എനിക്കറിയില്ല. വന്ന് ഓൺലൈൻ ബെക്കിംഗ് ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ബിഷേടനെ വന്നിട്ട് ഓൺലൈനിലാണോ അപ്പം നിൽക്കുന്നത്? ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ച് എന്തായാലും ഹെൽപ്പല്ലേ ചോദിച്ചത്, എന്താണെന്ന് അറിയണമല്ലോ, അതല്ല എൻ്റെ ഒരു മാന്യത. ഞാൻ തിരിച്ചിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അഗെയിൻ അവനും ക്വസ്റ്റ്യൻ മാർക്ക്. അറ്റ്ലീസ്റ്റ് അവൻ അതൊരു മാനേഴ്സ് ഒക്കെ കാണിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവനോട് വീണ്ടും ചോദിച്ച് എന്ത് ഹെൽപ്പാണ് ഉദ്ദേശിക്കുന്നത്? ഫിനാൻഷ്യൽ ഹെൽപ്പ് ഞാൻ ചെയ്യാറില്ല. പിന്നെ കുറേ നേരത്തെ മെസ്സേജ് ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ഫിനാൻഷ്യൽ ഹെൽപ്പ് എക്സ്പെക്ട് ചെയ്ത് വന്നതാണ്. അപ്പോൾ എനിക്കും ക്യൂരിയോസിറ്റി ആയി, അവൻ അറ്റ്ലീസ്റ്റ് ഒരു മാനേഴ്സ് എന്താണ് കീപ്പ് ചെയ്യേണ്ടത്? എനിക്ക് ഇടീന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തു. ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ ഹെൽപ്പ് ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ശരി, ഞാൻ ഫിനാൻഷ്യൽ ഹെൽപ്പാണ് എക്സ്പെക്ട് ചെയ്തത്, സോറി ഫോർ ഡിസ്റ്റർബിങ്, ദിസ് ഇസ് ദ മാനേഴ്സ് ആക്ച്വലി. വാട്ട് ഹി ഡിഡ്? വീണ്ടും എൻ്റെ അടുത്ത്
ഒരു 200 രൂപ തരാവോ? രൂപയാണ് ഓക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം 200 രൂപ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആണെന്നൊന്നും ഇല്ല. കൊടുക്കാം, പക്ഷെ എന്തിനു കൊടുക്കണം? ആരാണ് അവൻ? എന്തിനു എൻ്റെ ഇൻബോക്സിൽ വന്നു? ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ള വേർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട കാര്യം 100 രൂപയാണെങ്കിൽ പോലും, 10 രൂപയാണെങ്കിൽ പോലും, 1 രൂപയാണെങ്കിൽ പോലും കൊടുക്കുന്ന സമയത്ത്. ഇപ്പം നേരത്തെ ആരോ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞായിരുന്നു, നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മളത് അങ്ങനെ കൊടുക്കാം. വേണ്ട, കൊടുക്കണ്ട. എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ആൾക്ക് അർഹത ഉണ്ടോ എന്ന് നോക്കാം. അവർ ഇതേ കോപ്പി പേസ്റ്റ് മെസ്സേജ് 10-100 ആൾക്ക് ഒരുപോലെ അയക്കുന്നുണ്ടാകും. നമുക്ക് നഷ്ടമില്ല എന്ന് പറയാൻ പറ്റുമോ? ചില സമയങ്ങളിൽ നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ 200 രൂപ നമുക്ക് വലിയ എമൗണ്ട് ആണ്. ഇതല്ലെങ്കിൽ ഈ 200 രൂപ നമ്മുടെ പാരൻസിന് കൊടുത്തു വെക്ക്. അവർക്കൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് പോലും സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ കുടുക്ക ഉണ്ടായിരുന്നു. അറിയാവോ? കുടുക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, ഇങ്ങനെ കോയിൻസ് ഇട്ട് വെക്കുന്ന കുടുക്ക അറിയാവോ? കുടുക്ക അറിയാവോ എന്താന്ന്? ഞാൻ കമന്റ് നോക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ പേരൻസ് 1 രൂപ 2 രൂപ 10 രൂപ കൂട്ടി വെക്കും കുടുക്കയില. പക്ഷെ നമുക്കിപ്പം അത് തന്നെ, നമുക്കിപ്പം കുഴപ്പമില്ല. നമ്മളെ കയ്യിൽ 1000 ദിർഹം 2000 ദിർഹം 3000 ദിർഹം 100 ദിർഹം ദർഹക്കണക്കല്ലേ. നാട്ടിൽ നിന്ന് ഒരാൾ കാശ് ചോദിക്കുന്ന സമയത്ത് കുഴപ്പമില്ല, നമ്മൾ അങ്ങ് കൊടുക്കുന്നു. അവരെവിടെ പോയി? ഹെൽപ്പിംഗ് മെന്റാലിറ്റി ചെയ്ത് കൊടുക്കുമ്പോൾ അവരെവിടെ പോയി? സത്യമാണോ അല്ലേ? ദുബായ്ക്കാർ, ഗൾഫുകാർ, GCC കൺട്രിയിൽ വർക്ക് ചെയ്യുന്നവർ കാശ് കോരുക ചെയ്യുന്നത്. Again, myself Rayak, I am from India, Kerala. This live session we can call busy talk. Late ആയി കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ നോക്കുന്നത് എന്നെയാണോ കമന്റ് ആണോ? ഞാൻ കാണുന്നുണ്ട് എല്ലാവരും നോക്കുന്നത്. ആരും ഒന്നും സംസാരിക്കുന്നില്ല. സോ നമുക്ക് ഇവിടെ ഈ ഒരു ടോപ്പിക് എന്താണ്? ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, ഗസ്റ്റ് വരാം, സംസാരിക്കാം. ഞാൻ ഓരോരുത്തരെ പേരെടുത്ത് വിളിക്കണോ? ഓക്കെ, നമുക്ക് പീറ്റർ ഫ്രെഡിയുടെ അടുത്ത് ഫിലിപ്പീനാണോ മലയാളത്തിൽ നമ്മൾ കുറച്ച് ടങ് ട്വിസ്റ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം മലയാളിയാണെന്ന് മനസ്സിലാക്കും. സോ നമ്മുടെ പീറ്റർ ഫ്രെഡി ലൈവിൽ കയറി വരിക, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റിക്വസ്റ്റ് എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ താങ്കൾ സംസാരിക്കാം, അല്ലെങ്കിൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കമൻറ്റ്സ് താങ്കൾക്ക് ചെയ്യാം. ഓക്കെ, വേറെ എന്താണ്? നൂറ, എന്ത് പറ്റി? എന്താണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്? ഓക്കെ, സോ ഇപ്പം നമ്മുടെ ഈ കമൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അമ്പനിയാണോ? അമ്പനി മീൻസ് അമ്പനി പറഞ്ഞെന്താ? അംബാനിയാണോ എന്നാണോ? മോളെ, മലയാളം മാതൃഭാഷയെ സ്നേഹിക്കൂ. അംബാനി 0 വേണം. 0ന് വില ഇല്ല, പക്ഷെ ചില സ്ഥലങ്ങളിൽ വേണം. ഓക്കെ, വിനോദ് എന്തുണ്ട് വിശേഷം? വിനോദ് പാലക്കാട്, എന്തുണ്ട് വിശേഷം? ആൻഡ് വിനോദ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണോ? ആദ്യമായിട്ട് യെസ്, അംബാനി എന്നുള്ള വേർഡ് ഇപ്പോഴാണ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തത്. ഓക്കെ, നൂറ പറയൂ, നൂറയുടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാറ്? ഹെൽപ്പ് ചെയ്യുന്ന ആളാണോ? എനിക്ക് സംസാരിക്കാനേ അറിയുള്ളൂ, എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. ഞാൻ വായിച്ചതിൽ വന്ന മിസ്റ്റേക്കാന്ന് തന്നെയാണ് വിചാരിച്ചത്. എനിവേ, പീറ്റർ ഫ്രെഡിക്ക് ഈ ഒരു റിക്വസ്റ്റ് എടുത്തിട്ട് കുറച്ച് നേരമായി, ഇതുവരെ ആളെ ലൈവിൽ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, ലൈവിൽ വന്ന് സംസാരിക്കൂ. ഓക്കെ, നമുക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആരാണെന്ന് നോക്കാം. നൂറ വിളിച്ച് വന്നു, ബാ പറഞ്ഞു വന്നു, പക്ഷെ വന്നിട്ട് പോയി, അതേ വഴിക്ക് പോയി. ലൈവ് റിക്വസ്റ്റ് ചെയ്യാൻ അറിയുന്ന ആളുകളാണെങ്കിൽ ഓക്കെ, ലൈവ് റിക്വസ്റ്റ് ചെയ്യാൻ അറിയാത്ത ആളുകളാണെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, എന്താണ് ഫാസ്, സുഖമായിട്ടിരിക്കുന്നോ? താങ്ക് യു. ഒരാൾക്ക് ഒരു ഹെൽപ്പും ചെയ്യാത്ത കുറേ ആളുകൾ എൻ്റെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ലൈവില്, എൻ്റെ ലൈവ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ലൈവിൽ വന്ന് സംസാരിക്കണം. അതാണ് എനിക്ക് തരേണ്ട ഹെൽപ്പ്. സോ നിങ്ങൾ ആരും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഇല്ലാത്ത ആളുകളാണ്, നല്ല മക്കളാണ്, അടിപൊളി, സുഖമായിട്ടിരിക്കുന്നു. അബുദാബി അല്ല, ദുബായ് ആണ്. എൻ്റെ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയോ, ഞാൻ സ്നേഹം അങ്ങ് വാരിക്കോരി കൊടുക്കും. അതാണ് എൻ്റെ ഫസ്റ്റ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി. അതേപോലെ തിരിച്ച് വാരി എടുക്കും ചെയ്യും. നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി അല്ല അത്. ഓക്കെ, താങ്ക് യു ഡിയർ. ആ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എത്ര ആൾ ചെയ്യാറുണ്ട്? ഇവിടെ ഈ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകൾ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ള ടോപ്പിക് എന്ന് കേൾക്കുമ്പം ഞാൻ അതിലൊരു ചെറിയൊരു ഡിവിഷൻ എടുക്കുകയാണ്. സ്നേഹം വാരിക്കോരി ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുണ്ടോ അതിൽ? ഉണ്ടോ? ജസ്റ്റ് ഡു യെസ്, കമൻറ്റ് യെസ് എന്നിട്ടാൽ മതി. ഞാൻ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഭയങ്കര കൂടുതലാണ്. ഞാൻ എൻ്റെ ഹെൽപ്പായിട്ട് കൊടുക്കാറ് സ്നേഹമാണ്. സ്നേഹം വാരിക്കോരി കൊടുക്കും.
ഇങ്ങനെ ചിന്തിക്കുന്ന അല്ലെ ഇങ്ങനെ മനസ്സിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമന്റ്. വളരെ ഫണ്ണി ആയിരിക്കും. അബുദാബി ഞാൻ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് വരണോ? ഇപ്പൊ വരണോ? എനിവേ താങ്ക് യു ഫോർ ദാറ്റ് ബിഗ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി. പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഞാൻ എല്ലാവർക്കും സ്നേഹം വാരിക്കോരി കൊടുക്കാറുണ്ട്, അതുപോലെ തിരിച്ചെടുക്കാറുമുണ്ട്. ഇറ്റ്സ് മീ ചിന്നൂസ്. ഞാൻ ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാറില്ല. എനിക്ക് പറ്റുന്ന ഹെൽപ്പാണ് ഞാൻ ചെയ്തു തരും. ഹെൽപ്പ് ചോദിക്കുന്ന വ്യക്തിക്ക് അർഹത ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരും. ഗനി അബുദാബി. ഓക്കെ, വേർ ആർ യു ഫ്രം ആക്ച്വലി? യു ആർ അണ്ടർസ്റ്റാൻഡിങ് മലയാളം ഓർ യു ആർ സ്പീക്കിംഗ്? ഓക്കെ, എനിവേ താങ്ക് യു. ബിരിയാണി വാങ്ങി തരുന്ന ഹെൽപ്പായിട്ട് കാണണം. ഓക്കെ, ഞാൻ വാങ്ങിത്തരാം. ബിനു കുമാർ എവിടെയാണ്? ഒരു നേരത്തെ ഫുഡ്. അയ്യോ, ആ ടോപ്പിക്കിൽ ഞാൻ ഹെൽപ്പിംഗ് എന്നുള്ള ടോപ്പിക്കിൽ ഞാൻ ഇത്ര നേരം സ്നേഹം വാരിക്കോരി തരുന്ന ഞാൻ തമാശയിൽ പറഞ്ഞതാണെങ്കിലും ഹെൽപ്പിങ്ങിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടത് ഫുഡ് ചോദിക്കുന്നവർക്കാണ്. ഒരാൾക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ കർമ്മം കിട്ടും. എനിക്കത് നല്ല വിശ്വാസമുള്ള ആളാണ്. ഫുഡ് ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കൊടുക്കും. വലിയ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല, അത് ഹെൽപ്പിംഗ് അല്ല. ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ ഒരു 10-15 ദിർഹത്തിന്റെ കാര്യമില്ലേ, ഫുഡ് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഹെൽപ്പാണ്. ഇപ്പൊ UAE വന്ന പല ആളുകൾക്കും, ഇപ്പൊ വിസിറ്റ് വിസയിൽ വന്ന ആരും ലൈവ് വാച്ച് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും, വിസിറ്റ് വിസയിലൊക്കെ വന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നത് ഫുഡിന്റെ കാര്യത്തിലാണ്. വിസ എടുക്കും, 1 മാസത്തെ റെന്റും കൊടുക്കും, കുക്ക് ചെയ്യാൻ പോലും അറിയാത്ത ചിക്കന്മാരെ ഉണ്ടാക്കും. ഇവിടെ വന്നിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് 10 ദിർഹം 15 ദിർഹം, അയ്യോ ഫുഡ് കഴിക്കേണ്ടെന്ന് സ്വയം അങ്ങ് മനസ്സിനെ ബോധിപ്പിച്ചിട്ട് റൂമിലിരുന്നിട്ട് കുബൂസും റൊട്ടിയും കഴിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു നേരത്തെ ഫുഡ് വാങ്ങി കൊടുക്കാൻ അതൊരു ഹെൽപ്പാണ്. ഈ കൂട്ടത്തിൽ പെടുന്നതാണോ മീനു? ഈ കൂട്ടത്തിൽ പെടുന്നതാണോ? ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നോ. ഓക്കെ ഓക്കെ കനി, ദിസ് ടോപ്പിക് വേണം. റാക്ക് ബദറില്ല എന്നാ എനിക്കും വേണം ഫുഡ്. കണ്ടോ ഇപ്പൊ എല്ലാവർക്കും ഫുഡ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീണ്ടും അവിടെ മെൻഷൻ ചെയ്യാണ്, ഫുഡ് വാങ്ങി തരുന്നതിൽ തെറ്റില്ല. അപ്പുറത്തുള്ള ആള് ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഓപ്പോസിറ്റുള്ള ആൾക്ക് ഹെൽപ്പ് ചെയ്യാൻ അർഹതപ്പെട്ടതാണെങ്കിൽ ഓക്കെ. ഖത്തറിലേക്ക് അളിഞ്ഞ ബിരിയാണി അയച്ചുതരാം ഓടുന്നു. ഓക്കെ, ഇത് കൊള്ളാം. ഇറ്റ്സ് മീ ചിന്നൂസ്, ഇത് കൊള്ളാം. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ ഓരോ ടോപ്പിക്കിൽ ഓരോ പോയിന്റ്സ് സൂചിപ്പിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കുക, വൃദ്ധസദനത്തിൽ ഫുഡ് കൊടുക്കുക, അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ കുറേ ആളുകൾ അത് ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ ബർത്ത്ഡേ, മാരേജ് ഇങ്ങനെയുള്ള സമയത്തൊക്കെ അത് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ മദറിൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് ഞങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാതെ എല്ലാവരും ഒരുമിച്ച് പാഴ്സൽ എടുത്തിട്ട് അവിടെ പോയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളിമാട് കുന്ന്, കോഴിക്കോട് വെള്ളിമാട് കുന്ന്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലതാണ്. പക്ഷേ ഈ ഒരു ആശയം എൻ്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. ഒരു നേരത്തെ ഫുഡ് അനാഥാലയത്തിൽ കൊണ്ടുകൊടുത്താൽ നല്ലത് കിട്ടും എന്ന് പറഞ്ഞിട്ട്. ഫുഡിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും അവർക്ക് ചെറിയ രീതിയിലുള്ള യൂസബിൾ ആവുന്ന ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കുറച്ചുകൂടെ. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യണം തോന്നുന്നു, മുൻകൂട്ടി ബുക്ക് ചെയ്യണം തോന്നുന്നു. ഓക്കെ, വേറെ എന്താണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത്? ആൻഡ് നമ്മുടെ ഈ ഒരു ടോക്ക് ഷോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ, മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് സെക്ഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക് 10 മണി മുതൽ 11 മണി വരെയാണ്. ഏകദേശം 10:40 11 മണിക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ഉണ്ടാകും. ഇന്നത്തെ ടോപ്പിക്കാണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ള ടോപ്പിക്ക് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ചെയ്ത ഒരാളാണോ? ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളാണോ? ആ സഹായം കൊണ്ട് നിങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും നല്ലത് ലഭിച്ചിട്ടുണ്ടോ? സുഖം. ആ ഒരു സഹായം കൊണ്ട് നിങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും രീതിയിലുള്ള മോശം സംഭവിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ലൈവിൽ വന്ന് സംസാരിക്കാം. ഓക്കെ, സോ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഈ ഒരു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുക. ലൈവിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. ലൈവിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കാം. എങ്ങനെയാണ് ഗസ്റ്റ് വരാമെന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഒരു പാലട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. ഓക്കെ അജു, എന്തുണ്ട് വിശേഷം? അപ്പം നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ആക്ച്വലി. പക്ഷെ ഹെൽപ്പ് എന്നുള്ളൊരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ ഇന്ന് എല്ലാവർക്കും പേടിയാണ് അല്ലേ? കാരണം ഹെൽപ്പ് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, പല രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. എന്താ പറയുക, നമ്മളൊരു വഞ്ചിതരാവാതിരിക്കുക എന്നൊക്കെ പറയില്ലേ. പിന്നെ നമ്മൾ പറയും കർമ്മ കൊടുക്കും.
നമ്മൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം കിട്ടും എന്നൊക്കെ പറയും. വെറുതെയാ, ദൈവം പോലും ഇത് കാണുന്നില്ല ഇപ്പം തോന്നുന്നു ചില സമയങ്ങളിൽ. യെസ്, ക്യാഷ് കൊടുക്കുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. വേറൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണ് എനിക്ക് യു എയിൽ വന്നതിന് ശേഷം. ദേറ സൈഡിൽ ഒരു ചെറിയൊരു ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു ബംഗാളി, ഒരു ഏജുള്ളൊരു ചേട്ടൻ വന്നിട്ട്, പുള്ളി ജബലലി ഭാഗത്താണ്, ജോബ് തിരഞ്ഞു വന്നതാണ്, മെട്രോയ്ക്ക് തിരിച്ചു പോകാൻ കാശില്ല, കാശായിട്ട് എന്തെങ്കിലും തരാമോ. കഥ നല്ല അടിപൊളി കഥയാണ്, നല്ല കഥയാണ്, കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ കുറച്ച് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ മെട്രോ കാർഡ് തന്നെ റീചാർജ് ചെയ്ത് തരാം ഓൺലൈനായിട്ട്, അല്ലെങ്കിൽ ഒരു മെട്രോ കാർഡ് എടുത്ത് തരാം. ട്രാവൽ ചെയ്യാൻ കാശില്ല എന്നല്ല പറഞ്ഞത്, മെട്രോ കാർഡ് സെറ്റാക്കി തരാം, അല്ല ഫുഡ് വേണം ഫുഡ് വാങ്ങിത്തരാം, കാശായിട്ട് കയ്യിൽ തരില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞതും അയാളുടെ ഫേസൊക്കെ മാറി. അയാൾ എക്സ്പെക്ട് ചെയ്ത കാശായിരുന്നു, അതിന് പകരമായിട്ട് എന്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടും അയാളത് അംഗീകരിക്കുന്നില്ല. ഓക്കെ ശരി. അപ്പോൾ അപ്പുറത്തെ ഷോപ്പിൽ ചോദിച്ച സമയത്ത് ആ ചേട്ടൻ പറഞ്ഞു, ഈ ചേട്ടൻ ഈ ഏരിയയിൽ ജബലലി എന്ന് പറഞ്ഞിട്ട് കുറേ കാലമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലേ. ഓക്കെ, താങ്ക് യു. സോ അഗെയിൻ, ഒരാളെ കേൾക്കാൻ തയ്യാറാകുക, അത് സംസാരിക്കാൻ പോലും ആരില്ലാത്ത അവസ്ഥ, ദയനീയ അവസ്ഥയാണ്. അതും നല്ലൊരു സഹായമാണ്. ശരിയാണ്, നമ്മൾ സഹായം എന്ന് പറഞ്ഞ ടോപ്പിക്ക്, നമ്മൾ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്നുള്ള ടോപ്പിക്ക് നമ്മളിങ്ങനെ ഓരോ പോയിന്റ്സിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു സെക്ഷൻ അതാണ്, നിങ്ങൾക്ക് ഒരാളെ സഹായിക്കണമെങ്കിൽ സംസാരം, വിഷമം കേട്ടിരിക്കാം അല്ലേ. അവർക്ക് വിഷമം വരുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ ആശ്വാസ വാക്കുകൾ പറയാം, അതും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. കാശ് കൊടുത്താൽ മാത്രം ഹെൽപ്പ് എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ ഈ ലോകത്തുണ്ട്. കാശ് കിട്ടിയാൽ മാത്രം ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ആളുകളുണ്ട്. ബാക്കി എല്ലാം അവർ മറക്കും. നമ്മൾ ചെയ്തു കൊടുക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും അവർ മറക്കും. ഇതിനാണ് പറയാൻ നന്ദിയില്ലായ്മ. അത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ ഓക്കെ 10:45 ആവറായി. നമുക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ആരാണെന്ന് നോക്കാം. മനു, വെൽക്കം ടു മൈ ലൈവ് സെക്ഷൻ. താങ്ക് യു മുഹമ്മദ്. യെസ് മനു, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയും. എന്ത് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്നെങ്ങനെ സുഖമായിട്ടിരിക്കുന്നു? മനു ആദ്യമായിട്ടാണോ ലൈവിൽ വരുന്നത്? അതെ 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 അതെ. ഓക്കെ, നമ്മുടെ ബിസി ടോക്ക് എന്നുള്ളൊരു ടോക്ക് ഷോ ആണ്. 10 മണി മുതൽ 11 മണി വരെ ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ഉണ്ട്. ഇന്നത്തെ ടോപ്പിക് ആണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഓക്കെ, ഇതിലെനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരാളെ ഇപ്പൊ സഹായിക്കണമെങ്കിൽ ഏറ്റവും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉള്ളത്, ഒരു ഇന്റർവ്യൂവിന് പോകുന്നെങ്കിൽ നിങ്ങളതിൽ വാഹനം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക. ഇപ്പോൾ സെയിൽസിന് പോകുന്നവരായിരിക്കും കൂടുതൽ. നമുക്കിപ്പോൾ കൂടുതൽ പേരും അത് ചെയ്യാറില്ല. ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾക്കാരെ കറക്റ്റ് നമുക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരാളുടെ വ്യക്തിയെ കണ്ടാൽ മനസ്സിലാവും. അത് പുരുഷനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പ്രായമായ ആളായിക്കോട്ടെ, ആരായാലും അവരെ ഒന്ന് ഒരു ഭാഗത്തോട്ട് അല്ലെങ്കിൽ ബസ്സുള്ള ഭാഗത്തോട്ട് ഒന്നാക്കി കൊടുക്കുക. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയാസിലാണെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് ടാക്സി പോലും കിട്ടാത്ത ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഒരു പൈസ കാണത്തില്ല. വളരെ വളരെ ബുദ്ധിമുട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ സ്ത്രീകളെ മാത്രം നിർത്തി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെയല്ല. കുറേ പയ്യന്മാരെ കാണുന്നുണ്ട് ഇങ്ങനെ വന്നിട്ട് ആരും ഇങ്ങനെ നിർത്തി കൊടുക്കാറില്ല. ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾക്കാരെ നമുക്ക് സ്വാഭാവികമായിട്ടും കണ്ടറിയാം. അത്യാവശ്യം എക്സിക്യൂട്ടീവായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഒരു ഫയലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഗും തൂക്കി വരുന്ന കുറച്ച് പയ്യന്മാരാണ്. അപ്പം അവർക്ക് ഒരു ഹെൽപ്പ് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ അല്ലാതെ കുറേ ആവശ്യമില്ലാത്ത കുറേ ഇത് നടക്കുന്നുണ്ട്. ഒരു ദിവസം ഒരാളെ 2 ദിർഹംസ് ആയാലും കൊടുത്താൽ മതി, ക്യാഷായിട്ട് കൊടുത്താൽ മതി, കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരിപ്പോൾ അത് ഇപ്പോൾ കൂടുതലും കുറേ ഇപ്പോൾ മലയാളികൾ ഒഴിവായിട്ടുണ്ട്. മലയാളികൾ കൂടുതലും ഇപ്പോൾ ബിസിനസ് ഏരിയയിലോട്ട് കടന്നിട്ടുണ്ട്. കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. അവർ ബിസിനസ് ഏരിയയിലോട്ട് മാത്രമായിട്ട് മലയാളികൾ കൂടുതൽ കാണപ്പെടുന്നു. ബാക്കി അല്ലാത്ത ബംഗാളി അങ്ങനെയുള്ള ആൾക്കാരാണ് സാധാരണ ഏരിയയിലെല്ലാം കാണുന്നത്. ഇതിൽ മലയാളികളും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അവരിപ്പോൾ അറിയപ്പെടുന്ന ഏരിയകളിൽ ഇപ്പം ഇല്ല. ഇപ്പോൾ ബിസിനസ് ഏരിയ, ഇപ്പോൾ ജുമേര, മറീന ഏരിയയിലാണ് മലയാളികളെ കാണാവുന്നത്.
അല്ലാതെ അജ്മാൻ, ഷാർജ, ദുബായിയുടെ ലോക്കൽ അല്ലാതെ ഏരിയകളിലെല്ലാം കാണുന്നത് ബംഗാളി അതുപോലെയുള്ള രാജ്യക്കാരാണ്. മുടി കുറവുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഹെയറിനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, നമ്മളോട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിയാക്കാന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പൊ ഇയാളെ കണ്ടിട്ട് ഇപ്പൊ മുടി കുറവാണോ, നെറ്റി കയറിയിരിക്കുന്നു, ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഇവിടെ എനിക്കറിയാവുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് വന്ന് മെഡിസിൻ മേടിച്ചാൽ മതി എന്ന് പറയും. നമ്മൾ വിളിച്ചുകൊണ്ട് പോകും. നമ്മൾ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഒരു 10 ദിർഹംസിന്റെ ഒരു എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് തരും അവർ. എന്നിട്ട് നമ്മളെ ഒരു 50 ദിർഹംസ് മേടിക്കും. ഇത് റെഗുലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവുമെന്ന് അവർ ഉറപ്പ് പറയും. നമ്മളൊരു ഹെൽപ്പ് ചെയ്യുന്ന കണക്ക്. എന്നിട്ട് അവർ ബാക്കി അവരൊരു 20 ദിർഹംസ് എടുക്കും, ബാക്കി ഇവർക്ക് കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഇതാണ്. എനിക്കറിയില്ല. രണ്ടു മൂന്ന് പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം ഞാനത് കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ അതിൽ പെട്ടിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട്. ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്ത ആളുകള് പോടാ സതീഷ്, വേണ്ട സതീഷ്. ഷിഹാബ്, യെസ്, വെൽക്കം ടു മൈ ലൈവ് സെക്ഷൻ. ഷിഹാബ് ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടോ? ഷിഹാബിന്റെ ഒരു റിക്വസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമ്മുടെ ലൈവ് ഇന്ന് ആദ്യമായിട്ട് വാച്ച് ചെയ്ത് എത്ര പേരുണ്ട്? ഇതില് കുറെ ആൾ ഇറങ്ങി പോയിട്ടുണ്ടാക്കും, വ്യൂ കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്ത് എത്ര പേരുണ്ട്? APR. കാരണം ഞാൻ ഒന്നുകൂടെ പറയാം, ഇൻട്രോ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇന്ന് ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്ത എത്ര ആളുണ്ട്? മുസ്തഫ. ഓക്കെ, വേറെ എത്ര പേരുണ്ട്? താങ്ക് യു മുഹമ്മദ്. ഓക്കെ, സോ ഇന്ന് ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്ത ആളുകളെടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഇതൊരു ടോക്ക് ഷോ ആണ്. ടോക്ക് ഷോ എന്ന് പറഞ്ഞാൽ 10 മണി മുതൽ 11 മണി വരെ ഡെയിലി ഉണ്ടാക്കും. ഡെയിലി 10 മണി മുതൽ 11 മണി വരെ ഉണ്ടാക്കും. ഈ ഒരു ടോക്ക് ഷോയ്ക്ക് നമുക്ക് ബിസി ടോക്ക് എന്ന് പറയാം. ബിസി ടോക്ക് എന്നുള്ള ഈ ടോക്ക് ഷോ 10 മണി മുതൽ 11 മണി വരെ ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ആണ് എടുക്കാറ്. ഓരോ ടോപ്പിക്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ടോപ്പിക്സ് ഞാൻ കൊണ്ടുവരുന്നതല്ല, സ്റ്റാർട്ടിങ്ങിൽ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്ക് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം, 1 മണിക്കൂർ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. പക്ഷേ ടോപ്പിക്ക് പറയുന്ന സമയത്ത് വയലേഷൻ കണ്ടന്റ്, പൊളിറ്റിക്സ്, ജനറൽ നോളജ് എനിക്ക് അറിയാത്തത് കൊണ്ടാണ്, സോറി. അഡൾട്ട് കണ്ടന്റ് ഇതൊന്നും നമുക്ക് വേണ്ട. ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ടോപ്പിക്സ്. നിങ്ങൾ ബിസിയാണ്, ഞാൻ ബിസിയാണ്, ഈ ബിസി ടോക്ക്. ഓക്കെ, സോ ഈ ഒരു ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ വന്ന് സംസാരിച്ചു. ആൻഡ് ടോപ്പിക്സുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കമന്റിന്റെ കൂടെ ഏറ്റവും കൂടുതൽ എനിക്ക് കംഫർട്ടബിൾ ആവുന്നത് സംസാരിക്കുമ്പോഴാണ്. കാരണം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അത്രയും എനിക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റും. ഒന്ന്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കമന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കമന്റ് ഇങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ കണ്ണ് താഴ്ത്തിക്കുള്ളത്. ആക്ച്വലി ഒരു ഹോസ്റ്റിന്റെ ഒരു സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നേരെ നോക്കി സംസാരിക്കുന്നതാണ്. കമന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കമന്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് അതുകൊണ്ടാണ്. എനിക്ക് എൻ്റെ ലൈവ് റെക്കോർഡിംഗ് ആണ്. ഈ റെക്കോർഡിംഗ് സാധനം ഞാൻ ഔട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കമന്റ് ചെയ്തത് ലൈവിൽ കാണുന്നില്ല. സ്ക്രീൻ റെക്കോർഡർ അല്ല ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കമന്റ് കാണില്ല. ഇതേ സെയിം ലൈവ് ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്, ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്, ആൻഡ് ടിക്ടോക്കിൽ ഇടുന്നുണ്ട്. ഇതിന്റെ ഹൈലൈറ്റ്സും ഇടുന്നുണ്ട്, സെപ്പറേറ്റ് എഡിറ്റ് ചെയ്തിട്ട് ഫുൾ വീഡിയോയും ഇടുന്നുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഒരു ലൈവ് കമന്റ് കാണാത്തത് കൊണ്ട് അതൊരു ബോറായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ലൈവ് വാച്ച് ചെയ്യാൻ വരുന്ന ആളുകളാണെങ്കിൽ 10 മണിക്ക് വരാൻ ശ്രമിക്കുക. 10 മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ടോപ്പിക്ക് സജസ്റ്റ് ചെയ്ത് 11 മണി വരെ മാക്സിമം ഇരിക്കുകയാണ് നല്ല സന്തോഷം. അല്ല നിങ്ങൾ ബിസി ആണെങ്കിൽ ബിസി ലൈഫ് എൻജോയ് ചെയ്യുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബിസി ടോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഏപ്രിൽ 13-നാണ് ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എൻ്റെ പ്രൊഫൈലാണ് പറയുന്നത്. ടിക്ടോക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 13-നാണ്. അതുവരെ എനിക്ക് ടിക്ടോക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ടിക്ടോക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തപ്പോഴാണ് ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് നാട്ടിലെ ചാനലുകളിലെ ആങ്കറാണ്. സോ അതുകൊണ്ട് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ടോക്ക് ഷോ ആണ് ഞാൻ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10K ഫാമിലി ആവുന്നവരെ. ഓക്കെ, 10K ഫാമിലി എന്ന് പറഞ്ഞാൽ 10K ഫോളോവേഴ്സ് ആവുന്നത് വരെ ഈ ഷോ നോർമലി ഇങ്ങനെ സംസാരിച്ചിട്ട് പോകും. 10K ഫാമിലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് വാച്ച് ചെയ്യുന്ന ബെസ്റ്റ് ടോക്കർ, ബെസ്റ്റ് കമന്റർ, വീക്ക്ലി വ്യൂവേഴ്സിന് ഞാൻ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ബെസ്റ്റ് ടോക്കർ, ബെസ്റ്റ് കമന്റർ, വീക്ക്ലി വ്യൂവർ നമുക്ക് ലൈവ് തന്നെ നറുക്കെടുത്തിട്ട് ഗിഫ്റ്റ് കൊടുക്കാം. പക്ഷെ 10K ഫാമിലി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ആരും തിരിച്ച് ഫോളോ ചെയ്യുന്നില്ല എന്ന രീതിയിൽ പല രീതിയിലും എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. അതിന് നിങ്ങളുടെ അടുത്തുള്ള ക്ലിയറൻസ് ഞാൻ വീണ്ടും തരുവാണ്. ആക്ച്വലി നമ്മളിതൊരു ടോക്ക് ഷോ ആയിട്ട് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലാകും.
കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പ്രൊമോഷനും കാര്യങ്ങളും ഗെയിംസൊക്കെ നമ്മൾ ആഡ് ചെയ്യും. ഇത് കംപ്ലീറ്റ്ലി ടിക്ടോക്ക് ചരിത്രത്തിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെൻ്റെ കോൺസെപ്റ്റാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ആരാണോ നമ്മുടെ ഈ ഒരു ടിക്ടോക്ക് ഷോ വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് ഗിഫ്റ്റ് തരണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് തരാൻ പറ്റില്ല. ആ പ്രൊഡ്യൂസർ ആരാണോ ആ പ്രൊഡ്യൂസറുടെ അക്കൗണ്ട് അന്ന് ഞാൻ ഫോളോ ചെയ്യും. അപ്പം ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്ക് ഫോളോവേഴ്സ് മൂവ് ആക്കും. അതാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടണമെങ്കിലുള്ള റൂള്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വേറെ ആരെയും ഞാൻ ഇപ്പം തൽക്കാലം ഫോളോ ചെയ്തത് അതുകൊണ്ടാണ്. എന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയാറുമില്ല. നമ്മളൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ഗെയിം പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഗെയിം സ്പോൺസേഴ്സ് ആരാണ്, ഇപ്പം എനിക്ക് ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബാഗിൻ്റെ ഷോറൂം ആണെങ്കിൽ ബാഗിൻ്റെ ഷോറൂം ആയിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത്. കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഗെയിം എന്താണ്, ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ലൈവിൽ ഡിസ്ക്ലോസ് ചെയ്യില്ല. ബിക്കോസ് ഹാവ് സം കോപ്പറേറ്റ് ഇഷ്യൂ. അതിനെക്കുറിച്ചിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ആൻഡ് എല്ലാവരും ലൈവ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനൊരു പ്രൊഫഷണൽ മോഡലാണ്, UAE-ലാണുള്ളത്, ദുബായിലാണുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻസ് വേണമെങ്കിൽ, ഫ്രീ പ്രൊമോഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻബോക്സിൽ ചെയ്യുന്നതാണ്. അതല്ലാതെയുള്ള എക്സ്ട്രാ മെസ്സേജുകളും കാര്യങ്ങളും തൽക്കാലത്തോടെ ഞാൻ അവോയ്ഡ് ചെയ്യുകയാണ്. ബിക്കോസ് ആഫ്റ്റർ ലൈവ് ഞാൻ ഡൗൺലോഡ് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഇടയിൽ എൻ്റെ ജോബ് നോക്കണം, പേഴ്സണൽ കാര്യങ്ങൾ നോക്കണം, എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതൊന്നും മനസ്സിലാക്കാൻ നോർമലി ഉള്ള മെസ്സേജസ് ഞാൻ ഇഗ്നോർ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ലൈവ് വാച്ച് ചെയ്ത ആളുകൾക്ക് ലൈവ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 11 മണിയാകുമ്പോൾ നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ചെയ്യാം. ഓക്കെ മുഹമ്മദ്, താങ്ക് യു ഫോർ വാച്ചിങ്. ജയൻ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി എന്തെങ്കിലും കമൻസ്, ഇനി എന്തെങ്കിലും ഡൗട്ട്സ്, ഇനി എന്തെങ്കിലും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക്. എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കമൻറ്റ് ചെക്ക് ചെയ്യാം. ഒരു 11 മണി വരെ കമൻറ്റ് ചെക്ക് ചെയ്യാം. ബിക്കോസ് നമുക്ക് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആരും സംസാരിക്കാൻ വരാത്തത് കൊണ്ടാണ് നമുക്കൊരു സേവിങ് ടൈം കിട്ടിയത്. സോ ഐ വിൽ ചെക്ക് ദ കമൻസ്. എന്തെങ്കിലും കമൻസ് ഉണ്ടോ? ലൈവ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് ലൈവിനെ കുറിച്ചിട്ട് എന്താണ് ഒരു ധാരണ ഉള്ളത്? ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? I am waiting the comments. Yes, Lion, welcome to my live section. Okay, thank you Muhammad. കേട്ടതിൽ സന്തോഷം. താങ്ക് യു ലയൺ. താങ്ക് യു സതീഷ്. ഇനി എന്തെങ്കിലും കമൻസ് ഉണ്ടോ? താങ്ക് യു ശിവ. ഇനി എന്തെങ്കിലും കമൻസ് ഉണ്ടോ? ജാക്കിനോടുള്ള ചെറിയൊരു മറുപടി. നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളിലും നമുക്ക് ബോറിംഗ് തോന്നും. പക്ഷേ ബോറിംഗ് തോന്നുന്നതിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ് ഒരാൾ ബോറടിപ്പിക്കുന്നതെന്ന് മാത്രമായിരിക്കില്ല. നമ്മുടെ ലൈഫേ നമുക്ക് ബോറിംഗ് ആണെന്ന് ഫീൽ ചെയ്തത് കൊണ്ടായിരിക്കും. സോ ആ ഫീലിംഗ് എല്ലായിടത്തും തോന്നുന്നുണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യാം ഡോക്ടറെ. അതല്ല ഈ ലൈവ് മാത്രം ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ മൂവ് സ്ക്രോളിങ്. ഓക്കെ, താങ്ക് യു മുസ്തഫ. പക്വതയുള്ള തീരുമാനം എന്താണെന്ന് വീട്ടുകാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? നമ്മൾ പക്വതയുള്ള തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്താണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം. പക്വതയുള്ളൊരു വുമൺ എടുക്കേണ്ട തീരുമാനം നമുക്ക് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ഓവർ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കാം. ഇതാണ് പക്വതയുള്ള തീരുമാനം. ഈ തീരുമാനം ലൈഫിൽ എടുക്കുന്ന ഒരാളാണെങ്കിൽ നല്ലത് മാത്രം വരും. എല്ലാ കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഈ തീരുമാനങ്ങൾ എടുത്തു നോക്കുക, പക്വതയോടെ ബിഹേവ് ചെയ്ത് നോക്കുക, നല്ലത് മാത്രം വരും. ജാക്കി അപ്പം ബോയ് അല്ലേ? രാജു മദ്രാസി ആള് കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് ടിക്ടോക്ക് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആകെ ഏപ്രിൽ 13 പിന്നെ ആള് വരുന്നതും പോകുന്നതും ഞാൻ ബോധേഡല്ല. വരുന്നവർ വരട്ടെ, പോകുന്നവർ പോരട്ടെ. ക്ഷമ കാണിക്കണം. ജീവിതത്തിൽ അടുത്ത നമുക്ക് വേണ്ട ഒരു പോയിന്റാണ് ക്ഷമ, പേഷ്യൻസ്. ടൈം വേസ്റ്റ് ആക്കണ്ട, എല്ലാവരും മാമൻ്റെ ഉപദേശം കേൾക്കും. ഇന്നലെ ആളെ കണ്ടത് എന്തുകൊണ്ടായിരിക്കും? അത്യാവശ്യം എക്സ്പോസ് ഉള്ള ഡ്രസ്സ് ഇടുമ്പം എല്ലാവർക്കും കൂടുതൽ കാണും. പക്ഷെ അത് കുറ്റം പറയാനും ടെൻഡൻസി കൂടും. എന്നും അതുപോലെ ഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് എനിക്ക് തോന്നുന്ന ഡ്രസ്സ് ഇട്ട് ഞാൻ വരും. പക്ഷെ ഡ്രസ്സിങ്ങിൽ കിട്ടുന്ന ലൈക്ക് കൂടുതൽ ഇന്നലത്തെ ലൈവ് സെക്ഷൻ ലൈവേ അല്ല ആക്ച്വലി. അത് ലൈവായിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റൂല. ടോക്ക് ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിക് ഉണ്ടാക്കും. ഇന്നലെ ഞാൻ ടോപ്പിക് എടുത്തിട്ടില്ല. ഡയലോഗ് അല്ല ആക്ച്വലി ഇതൊന്നും ഡയലോഗ് അല്ല. ജീവിതം അത്യാവശ്യം കണ്ട ആൾ തന്നെയാണ്. എനിക്ക് എവിടെ കൂളായിട്ട് നിൽക്കണം, എവിടെ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കണം എന്നറിയാം.
നമ്മുടെ വീട്ടിലെ പഠിപ്പിച്ചെടുത്ത പല കൾച്ചറും നമുക്ക് ലോകത്തുനിന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, 11 മണി വരെ ലൈവ് ഉണ്ടാക്കും. മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക് ഡിസ്കഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിരുന്നു. സോ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്നുള്ള ടോപ്പിക്കിൽ ഒരുപാട് ആളുകൾ വന്ന് സംസാരിച്ചു. അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ലൈവ് നിർത്താനുള്ള സമയമുണ്ട്. ഷെഫീഖ് ഇനി റിക്വസ്റ്റ് എടുക്കുന്നില്ല. സോ യെസ്, എന്താണ് വിശേഷം? പ്ലേസ് ദുബായ്. ഓക്കെ, ഷെഫീഖിൻ്റെ റിക്വസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. സോറി ഷെഫീഖ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുണ്ട്. 11:56, 10:56, 11 മണിക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഗുഡ് നൈറ്റ് ഹിയർ, ടേക്ക് കെയർ, ബൈ. ഓക്കെ, എനിവേ എല്ലാവരുടെ അടുത്തും ഇന്ന് ലൈവ് വാച്ച് ചെയ്ത് എല്ലാവരുടെ അടുത്തും നന്ദി പറയുകയാണ്. ആൻഡ് എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പം ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമല്ല നല്ല കാര്യങ്ങൾ. ഒരാൾക്കും ദ്രോഹം ചെയ്യാതിരിക്കുക, ഉപദ്രവം ചെയ്യാതിരിക്കുക, വാക്കുകൾ കൊണ്ട് നോവിപ്പിക്കാതിരിക്കുക, അതും നല്ല കാര്യങ്ങളാണ്. ഒരുത്തിക്കും ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഡു വൺ തിങ്. ഡെയിലി ലൈഫിൽ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ദോഷം വാക്കാലോ പ്രവൃത്തിയാലോ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് മാത്രം വന്നുകൊണ്ടിരിക്കും. നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും നല്ലത് ആശംസിക്കുകയാണ്. ഗുഡ് നൈറ്റ്, ബൈ.